ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ കുക്കിങ്ങും വിശേഷങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടുകൊക്കെ വറുത്ത് വറ്റൽമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് സവാളയൊക്കെ വഴന്നു വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ റവ ഇട്ട് കൊടുക്കും. എന്നിട്ട് റവ കട്ട ഇട്ടാതെ നന്നായിട്ട് ഇളക്കി എല്ലായിടവും ആ വെള്ളം നനവൊക്കെ ആയി റവ നന്നായിട്ട് വെന്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യും. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാറ്. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം ഉപ്പുമാവ്. അല്ലാതെ പിന്നെ ഞാൻ ക്യാരറ്റ്, ബീൻസ് അങ്ങനെ പച്ചക്കറികൾ ഇട്ടിട്ടും ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ പ്ലെയിനായിട്ട് വെറുതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉപ്പുമാവ് പഴം കൂട്ടി കഴിക്കാനും കടലക്കറി കൂട്ടി കഴിക്കാനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഞാനിന്ന് ഉപ്പുമാവ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോൾ ഇവിടെ ഉണ്ട് കേട്ടോ, ദുവാ മോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ എൻ്റെ പുറകെ നടന്നിട്ട് ഇതിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറേയൊക്കെ സൗണ്ട് കളഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് അവളുടെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ പോയിന്ന് വിചാരിച്ചിട്ട് ചില സ്ഥലത്ത് നോക്കുമ്പോൾ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് മീൻ കിട്ടിയേക്കണത് ചെമ്പല്ലിയാണ്. അപ്പോൾ ചെമ്പല്ലി മീൻ കണ്ടാൽ ഞാനപ്പോൾ വാങ്ങാറുണ്ട്. ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവർക്കത് ഫ്രൈ ചെയ്താൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങി. പിന്നെ അത് പോയി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വേവിക്കാൻ വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്നുകൂടി തിളച്ചാൽ മതി. ഇന്ന് കറി വയ്ക്കാനായിട്ട് മത്തങ്ങയും പരിപ്പും കൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മത്തങ്ങ വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് മത്തങ്ങയും പരിപ്പും കറിയാക്കാമെന്ന് വിചാരിച്ചു. മത്തങ്ങ ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഇതിൻ്റെ ഒരു കഷ്ണം മതി. മത്തങ്ങയൊക്കെ ഞാൻ നുറുക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവാളയും പച്ചമുളകും പരിപ്പും കഴുകി വെച്ചതാണ്. പച്ചമുളകും സവാളയും അരിഞ്ഞിട്ടിട്ട് പരിപ്പും മത്തങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. ഈ മത്തൻ്റെ കുരു കളയണ്ട കേട്ടോ, അത് നല്ലതാണ്. അതിപ്പോൾ നമുക്ക് കുറേ അങ്ങനെ വലിയ മത്തങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫുൾ സീഡ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വറുത്തിട്ട് ഉപ്പ് തിരുമ്മി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല നല്ല ഗുണമുണ്ട്. ഇതിപ്പോൾ കുറച്ചായുള്ളൂ, ഞാനത് കളഞ്ഞില്ല, ഈ കറിയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കഴുകി. എന്നിട്ട് ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ കടുക് വറുത്തിട്ട് വേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിന് ചാറ് കൂടുതൽ വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീരകം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ ജീരകം 5-6 അതും പൊട്ടിച്ചിട്ടുണ്ട്. നല്ല കറിയാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റോടുകൂടി ചോറും കഴിക്കാം. പിന്നെ കുറച്ച് മുരിങ്ങയില ഉണ്ടായി. അപ്പം ഞാൻ അത് വേഗം ഒരു തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. മുരിങ്ങയിലേക്കൊന്നും ഒട്ടും തന്നെ വേവില്ല. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ മത്തൻ്റെ കുരുവിനൊക്കെ തണ്ണിമത്തൻ്റെ കുരു, മത്തങ്ങയുടെ കുരു, അങ്ങനെ സൺഫ്ലവറിൻ്റെ കുരു, ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കി ഇപ്പോൾ വാങ്ങാനും കിട്ടും കേട്ടോ. മാളുകളിലൊക്കെ ചെല്ലുമ്പോൾ അത് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടത്. അതിന് നല്ല വിലയാട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടണത് കളയാതെ നമുക്ക് എടുക്കാം. അങ്ങനെ മുരിങ്ങയില തോരനും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് മസാല വരട്ടി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അരി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ മീനും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് നല്ല മഴ വരുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾ നനയ്ക്കുന്ന ജോലിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഴയുണ്ട് എപ്പോഴും. അപ്പോൾ കുറച്ച് നേരം മഴ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാപ്പി കുടിക്കാനൊരു തോന്നൽ കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
ബ്രൂ കോഫി കുടിക്കാനാണ് തോന്നിയത്, പക്ഷേ ബ്രൂ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് സാധാ കോഫി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മഴക്കാലത്തൊക്കെയാണ് ഇവിടെ ഞാൻ കോഫി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടും വേനലൊക്കെ ആയിരുന്നു, അങ്ങനെ കോഫി പൗഡർ വാങ്ങിയതിരിക്കണില്ല. സാധാ കോഫി പൗഡറേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിട്ടിട്ട് കോഫി ഉണ്ടാക്കി. അവർ കുട്ടികൾ നല്ല കളിയാട്ടോ. അവിടെ മഴയൊക്കെ കണ്ടുകൊണ്ട് അവരെല്ലാവരും സിറ്റ് ഔട്ടിലുണ്ട്. അപ്പോൾ ഞാൻ സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചതൊക്കെ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കോഫിയൊക്കെ ഇട്ടിട്ട് മധുരമൊക്കെ ഇട്ടെടുക്കുകയാണ്. അവരെ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടിച്ചിട്ടാട്ടോ അവരെ കാണിക്കാത്തത്. അവരെ കാണിക്കുമ്പോഴൊക്കെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്. അങ്ങനെ കോഫിയൊക്കെ ആയിട്ട് സിറ്റ് ഔട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മഴയും നോക്കി കാപ്പിയും കുടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.